മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ 203 പോളിംഗ് ബൂത്തുകളിൽ 199 ബൂത്തുകളിലും തപാൽ വോട്ടുകളിലും വ്യക്തമായ ലീഡ് നിലനിർത്തി മാത്യു കുഴൽനാടൻ. എൻ അരുണിന്റെ ജന്മനാടായ പായിപ്ര പഞ്ചായത്തിൽ പോലും വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. പായിപ്രയിലെ 37 ബൂത്തുകളിൽ 34 ബൂത്തിലും മാത്യു കുഴൽനാടൻ ലീഡ് കരസ്ഥമാക്കി. മൂവാറ്റുപുഴ നിയോജക മണ്ഡലത്തിലെ 7 ബൂത്തുകളിൽ 2 അക്കം കടക്കാൻ LDF സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞില്ല. NDAയ്ക്ക് 203 ബൂത്തുകളിൽ 6 എണ്ണത്തിൽ മാത്രമാണ് 3 അക്കത്തിലെത്താൻ കഴിഞ്ഞുള്ളൂ. 203 ബൂത്തുകളിൽ 199 ബൂത്തുകളിലും തപാൽ വോട്ടുകളിലും വ്യക്തമായ ലീഡ് നിലനിർത്താൻ മാത്യു കുഴൽനാടന് സാധിച്ചപ്പോഴാണ് എതിർ സ്ഥാനാർത്ഥികളുടെ ദയനീയ പ്രകടനം. എൻ അരുണിന് ജന്മനാടായ പായിപ്ര പഞ്ചായത്തിൽ പോലും വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ഇവിടുത്തെ ആകെയുള്ള 37 ബൂത്തുകളിൽ 34 ബൂത്തിലും മാത്യു കുഴൽനാടൻ ലീഡ് നേടി. അരുണിന്റെ സ്വന്തം ബൂത്തായ 6-ാം ബൂത്തിലും 3-4 ബൂത്തുകളിലും മാത്രമാണ് പായിപ്ര പഞ്ചായത്തിൽ എൻ അരുണിന് UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടനേക്കാൾ വോട്ട് നേടാൻ കഴിഞ്ഞത്. മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ചത് 136-ാം ബൂത്തിലാണ്. ഇവിടെ 78 വോട്ടുകളാണ് എൻ അരുൺ നേടിയത്. 135-ാം നമ്പർ ബൂത്തിൽ എൻ അരുണിന് 90 വോട്ടുകൾ മാത്രം ലഭിച്ചപ്പോൾ കുഴൽനാടൻ 454 വോട്ടുകൾ നേടി. 137 ബൂത്തിൽ 95 വോട്ടുകൾ അരുൺ നേടിയപ്പോൾ കുഴൽനാടൻ 445 വോട്ട് നേടി. 95, 111, 134 ബൂത്തുകളിലും എൻ അരുണിന് 3 അക്കം കടക്കാൻ കഴിഞ്ഞില്ല. ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ A1 ടെക്സ്റ്റൈൽസ്, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.